എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച കൺമണി അൻപോട് കാതലിൻ എന്ന് തുടങ്ങുന്ന ഗുണ സിനിമയിലെ ഗാനം തന്റെ സൃഷ്ടിയാണെന്നും അതിൽ തനിക്ക് പകർപ്പവകാശമുണ്ടെന്നും കാട്ടി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സംഗീത സംവിധായകൻ ഇളയരാജ. 3 പതിറ്റാണ്ടോളമായി രാജ നടത്തുന്ന നിയമയുദ്ധത്തിന്റെ തുടർച്ചയായാണ് ഇതിനെ കാണേണ്ടത്. ഒരു പാട്ടിന്റെ ഉടമസ്ഥത ആർക്കാണ് എന്നതാണ് ഈ നിയമയുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ ചോദ്യം. ഒരു കേസിൽ ഇളയരാജയ്ക്ക് പ്രതികൂലമായി ഈയിടെ വിധി പ്രസ്താവിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതി. എക്കോ എന്ന റെക്കോർഡിംഗ് കമ്പനിയുമായായിരുന്നു ഇളയരാജയുടെ നിയമയുദ്ധം. ഇതിൽ തന്റെ പാട്ടുകളുടെ ഏക അവകാശി എന്ന ഇളയരാജയ്ക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു പാട്ടിന്റെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ലിറിക്സ്, ട്യൂൺ, പാടുന്നവരുടെയും സംഗീതോപകരണങ്ങളുടെയും ശബ്ദം എന്നിവയാണ്. ഇതെല്ലാം പരിഗണിച്ചാൽ ട്യൂൺ നോട്ട്സ് തയ്യാറാക്കി കണക്ട് ചെയ്തയാൾക്ക് മാത്രം പാട്ടിന്റെ മുഴുവൻ അവകാശവാദവും നൽകാനാകില്ലെന്ന് കോടതി കണ്ടെത്തി. മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഓർഡറിനെതിരെ 2 അംഗ ബെഞ്ചിനെ സമീപിച്ചതായിരുന്നു എക്കോ കമ്പനി. ഈ ബെഞ്ച് രാജയുടെ വാദങ്ങൾ തള്ളുകയും ചെയ്തു. രാജയ്ക്ക് തന്റെ പാട്ടുകളിൽ മേൽ ധാർമ്മികമായ സർവാധിപത്യമുണ്ടെന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ഇതോടെ അസാധുവായി. ഈണത്തിന്മേലുള്ള ഇളയരാജയുടെ അവകാശവാദം പരിഗണിച്ച് പാട്ടിന്റെ അവകാശം മൊത്തമായി അദ്ദേഹത്തിന് നൽകിയാൽ ലിറിക്സ് എഴുതിയാളും പാട്ട് പാടിയാളും അവകാശവാദവുമായി വന്നാൽ എന്തു ചെയ്യുമെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇവർക്കെല്ലാം മുകളിലാണ് താനെന്ന വാദത്തെയും കോടതി അംഗീകരിച്ചില്ല. അതേസമയം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഇളയരാജയുടെ ട്യൂൺ ഉപയോഗിച്ചതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അവകാശവാദം വ്യത്യസ്തമാണ്. ഗുണ എന്ന സിനിമയിലെ ഈ പാട്ടിന്റെ പ്രാഥമിക ഉടമസ്ഥത തനിക്കാണെന്നും പാട്ടിനു മുകളിൽ ധാർമ്മികമായ അവകാശം അടക്കമുള്ള സമ്പൂർണ്ണ അവകാശങ്ങൾ തന്നിൽ നിക്ഷിപ്തമാണെന്നും ഇളയരാജ പറയുന്നു. ആ പാട്ട് വാണിജ്യ ആവശ്യത്തിനായി മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രമോഷൻ പരിപാടികൾക്ക് പോലും തന്റെ പാട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അനുവാദം വാങ്ങാതെയും റോയൽറ്റി നൽകാതെയും ഇത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഒന്നുകിൽ തന്നിൽ നിന്ന് അനുവാദം വാങ്ങുക, ഇല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുക. ഇതാണ് രാജയുടെ വക്കീൽ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്ക് നൽകിയ നോട്ടീസിന്റെ ചുരുക്കം. 1957 പകർപ്പവകാശ നിയമമാണ് ഈ നിയമപ്രശ്നത്തിനുള്ള മറുപടി നൽകുക. 2012 ചില ഭേദഗതികൾ വരുത്തി പുതുക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ നിയമം. ഇതിൽ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ഗാനം ആ സിനിമയ്ക്ക് പുറത്ത് വാണിജ്യപരമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ പാട്ട് എഴുതിയയാൾക്കും ഈണമിട്ടയാൾക്കും റോയൽറ്റിക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നു. സൗണ്ട് റെക്കോർഡ് ചെയ്തത് പ്രൊഡ്യൂസർ ആണെന്ന നിലയ്ക്ക് അയാൾക്കും പാട്ടിൽ അവകാശമുണ്ടെന്ന് നിയമം പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമാ പാട്ടിലെ 3 ഘടകങ്ങൾ, അതായത് ട്യൂൺ, ലിറിക്സ്, ഗായകന്റെ ശബ്ദം പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്ത അവകാശ നിയമം മൂലം സ്ഥാപിക്കുന്നതാണ്. എന്നിരിക്കലും പാട്ടിന്റെ പൂർണ്ണമായ പകർപ്പവകാശം പ്രൊഡ്യൂസറിൽ നിക്ഷിപ്തമായിരിക്കും. അഥവാ സിനിമയ്ക്ക് പുറത്ത് ഒരു പാട്ട് ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ റോയൽറ്റി വിഹിതം നിർമ്മാതാവടക്കം മേൽപ്പറഞ്ഞ എല്ലാവർക്കും നിശ്ചിത അളവനുസരിച്ച് ലഭിക്കും. ചുരുക്കത്തിൽ ഒരു പാട്ടിന്റെ സമ്പൂർണ്ണ അവകാശം ആർക്കുമില്ല എന്നാണ് ഇന്ത്യൻ പകർപ്പവകാശ നിയമം പറയുന്നത്. പ്രൊഡ്യൂസർക്കും എഴുത്തുകാരനും പാട്ടുകാരനും എന്ന പോലെ കമ്പോസർക്കും അവകാശമുണ്ട് ഒരു പാട്ടിൽ. മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യത്തിൽ നിയമം എന്തു പറയുന്നുവെന്നത് കാത്തിരുന്ന് അറിയേണ്ടതാണ്. പ്രശ്നം ഇപ്പോൾ കോടതിയിലാണുള്ളത്. ഗുണയുടെ നിർമ്മാതാക്കളിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ അനുമതി വാങ്ങിയിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. 2014 ഇളയരാജ ആദ്യമായി പകർപ്പവകാശ പ്രശ്നം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. ഇൻഡസ്ട്രിയിലെ തന്റെ സുഹൃത്തുക്കളുമായാണ് അദ്ദേഹം എല്ലാ കാലത്തും തർക്കിക്കേണ്ടി വന്നത്. എക്കോ കമ്പനിയുടെ ഉടമയും തന്റെ സുഹൃത്തുമായ MR സുബ്രഹ്മണ്യനുമായിട്ടായിരുന്നു ഇളയരാജയുടെ ആദ്യ നിയമയുദ്ധം. 1981 MR സുബ്രഹ്മണ്യയും ഇളയരാജയും പങ്കാളികളായാണ് എക്കോ കമ്പനി തുടങ്ങിയത്. 5 വർഷത്തെ കരാറിൽ തന്റെ പാട്ടുകളുടെ ഉടമസ്ഥത എക്കോ കമ്പനിക്ക് നൽകി. 1992 ഇളയരാജ എക്കോ കമ്പനി വിട്ടു. 2014 തനിക്ക് റോയൽറ്റി ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇളയരാജ കേസ് ഫയൽ ചെയ്തു. ഈ കേസിൽ തിയേറ്ററിന് പുറത്ത് സിനിമാ ബാഹ്യമായി പാട്ടുകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമേ ഇളയരാജയ്ക്ക് റോയൽറ്റി അവകാശപ്പെടാനാകുള്ളൂ എന്ന് കോടതി വിധിച്ചു. 2013 ഇളയരാജ നൽകിയ മറ്റൊരു കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വരികയുണ്ടായി. 5 വർഷത്തെ കരാറിൽ പാട്ടുകൾ ഉപയോഗിക്കാൻ താൻ അനുമതി നൽകിയ ഒരു കമ്പനി അതിനപ്പുറവും അത് ഉപയോഗിക്കുന്നതായിരുന്നു പ്രശ്നം. ഇതിൽ ഇളയരാജയ്ക്ക് വിധി അനുകൂലമായി വരികയായിരുന്നു.